ഹലോ കൂട്ടുകാരെ, കൊച്ചിയിലെ ടൂറിൻ്റെ ഭാഗമായി ഞങ്ങൾ നാട്ടിൽ നിന്നും പുറപ്പെട്ട് പൊന്നാനി തൊട്ട് ചാവക്കാട് വരെയുള്ള ഹൈവേ കൂടിയാണ് യാത്ര ചെയ്തത്. ഈ പൊന്നാനി ചാവക്കാട് ഹൈവേ ഏകദേശം ഒരു 80% പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു സൈഡ്, മറ്റു സൈഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ട്രാക്ക് മാർക്ക് ചെയ്യാനും മറ്റുള്ള ഫിനിഷിംഗ് വർക്കുകളാണ് കൂടുതലായിട്ട് ഉള്ളത്. ഏതായാലും വളരെ ഭംഗിയെന്ന് സൂപ്പറായിട്ട് തന്നെ ഈ വർക്കെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിച്ചിരുന്ന കൂട്ടുകാരനായ ഒരു പ്രവാസി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, നാട്ടിൽ വന്നിട്ട് 120 കിലോമീറ്റർ സ്പീഡിൽ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു അനുഭവം. പുറത്തൊക്കെ വണ്ടി ഓടിച്ചിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഭവം വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. റോഡിൽ ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് ചാവക്കാട് സിറ്റിയിലേക്ക് എത്തില്ല എങ്കിൽ കൂടി അതിനടുത്ത് വരെ ഏകദേശം പണി നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ച് വരികയാണ്. 2 സൈഡിലും കൂടിയുള്ള സർവീസ് റോഡിൻ്റെ പണിയും, അത് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് പൂർണ്ണമായിട്ടും തന്നെ വാഹന യോഗ്യമാണ്. ഇത്രയും ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സാധാരണ യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ പണി നേരത്തെ കഴിഞ്ഞതാണ്. അതിൽ ഫിനിഷിംഗ് വർക്ക് അതിലും ബാക്കിയുണ്ട്. എന്തായാലും ഈ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ NH66 യാത്ര തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് പുതുതായി പണിത് കഴിഞ്ഞ ഈ NH യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ഒരുപാട് ജോലികൾ മറ്റു ഭാഗങ്ങളിൽ പൂർത്തീകരിക്കാനുണ്ട്. ഞങ്ങൾക്കത് പോകുന്ന പോകിൽ തന്നെ മനസ്സിലായി. തെക്കോട്ട് വടക്ക് ഭാഗങ്ങളിലൊക്കെ മിക്കവാറും വർക്കുകൾ പുരോഗമിച്ചും ഇതേപോലെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ കൂടി തൃശ്ശൂരിൽ നിന്ന് തെക്ക് ഭാഗത്തേക്കുള്ള വർക്കുകൾ വളരെ സ്ലോ രീതിയിലാണ് പോകുന്നത്. അത് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. NH66 ജോലി പൂർത്തിയായ ശേഷം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര ചെയ്യണമെന്ന് കൂടി 3 പേരും ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. മീറ്റർ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം അവിടെ ഇരുട്ടായതുകൊണ്ട്, ഡാർക്കായതുകൊണ്ട് മീറ്റർ തെളിവായി കണ്ടില്ല. 120 സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. കൊച്ചി യാത്രയുടെ മറ്റു ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.